ഇത് വളരെ സട്ടിലായിട്ട് അത് ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോ ഞാനത് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചോദിച്ചാൽ ഒരു പാലക്കാട് എപ്പിസോഡ് ഉണ്ട്. ഒരു 2 റീൽ ഫുള്ളായിട്ട് ഞങ്ങള് പാലക്കാട് ഒരു ഇൻസിഡന്റിന് വേണ്ടി പോകുന്നതാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ ആൾക്കാര്, നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ, നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം കൂടിയിട്ട് അത് ബ്ലെൻഡായി വന്നപ്പോൾ അത് ഭയങ്കര തമാശയായിരുന്നു. ഉർവശി, ഞാൻ, ബാക്കി ഇതിനകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ പാലക്കാടുണ്ടായിരുന്നു. അപ്പോ അത് എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പൊ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ചിരിച്ച്. അപ്പൊ അതെനിക്ക് പർട്ടിക്കുലറായിട്ട് ഒന്നെന്ന് പറയാൻ പറ്റുന്നില്ല. தமிழ்ல நிறைய ஆர்டிஸ்ட் இருக்கும்போது ஜெயராம், ஊர்வசி எதுக்கு? அவங்க தமிழ் ஆர்டிஸ்ட் தான். மலையாளத்தோட தமிழ்ல தான் அதிகமாக நடிச்சிருக்காங்க அவங்க கம்போல. இல்ல, நான் தமிழ் ஆர்டிஸ்ட், மலையாளம் ஆர்டிஸ்ட், தெலுங்கு ஆர்டிஸ்ட் நான் பாக்குறது இல்ல. ஆர்டிஸ்டா பாக்குறது. இந்த கதையில வந்து இல்ல, ஆக்சுவலா அந்த கதையை வந்து நான் வந்து ரஜினி சார் பண்ணா எப்படி இருக்கும்னு ஃபர்ஸ்ட் யோசிச்சேன். அவருக்கு பண்ணனா அது வேற ஒரு வெர்ஷன் பண்ணணும். அப்புறம் கமல் சார் நடிச்சா எப்படி இருக்கும்னு நான் யோசிச்சேன். அவர் திருஷம் பாபாநாசன் பண்ணிட்டாரு. அப்போ அடுத்த ஆப்ஷனுங்கும் போது எனக்கு இந்த 2 லெஜெண்ட்ஸ் தான் ஞாபகத்துக்கு வந்தாங்க. அதனால அவங்கள வச்சே பண்ணிட்டேன். ரெண்டும் சேர்ந்த கலவையான்னு கேக்குறீங்களா? கண்டிப்பா. இந்த படத்துல மாஸ் இருக்கு, கிளாஸ் இருக்கு, எல்லாமே காமெடி இருக்கு, எமோஷன் இருக்கு, எல்லாமே இருக்கு. ரஜினி சாருக்கு பண்ண வெர்ஷன் வேற, சாருக்கு வேற ஒரு வெர்ஷன் பண்ணிருக்கோம். ஆனாலும் எல்லா மொமெண்ட்டுமே சாருக்கு இருக்கு. சார் படம் பார்க்கும்போது பாத்தீங்கன்னா தெரியும், அது ஒரு பெரிய சர்ப்ரைஸ் உங்களுக்கு நிறைய இருக்கு. மிஸ்கின் எப்படி? ஆமா, நானும் மிஸ்கின் சாரும் 10 வருஷமா ஃப்ரெண்டு. இந்த கதையில வந்து மிஸ்கின் சார் இருந்தா ரொம்ப நல்லா இருக்கும் அப்படின்னு தோணுது. அதனால வந்து எப்படி இந்த கேரக்டர் வந்து ஜெயராம் சாரும் ஊர்வசியும் இல்லாம வேற யோசிக்க முடியலையோ, அந்த கேரக்டரை வந்து மிஸ்கின் சார் மட்டும்தான் பண்ண முடியும். ஏன்னா பயங்கரமான ஒரு வில்லத்தனமான கேரக்டர். அவர் தான் படத்துல சாண்டி மாஸ்டர் வில்லன்னா, சாண்டி மாஸ்டர் வில்லன் கிடையாது, அதுல ஒரு ஹீரோ, அவர் தான் வில்லன். அதனால அந்த வில்லனை வந்து ஸ்ட்ராங்கா பண்ணணும் அப்படிங்கிறதுக்காக மிஸ்கின் சார்ட்ட போனோம். பட் அவரை கண்ட்ரோல் பண்றது ரொம்ப கஷ்டம். ஆனாலும் இந்த படத்தை வந்து அவ்வளவு அழகா நடிச்சு கொடுத்து அவ்வளவு சூப்பரா பண்ணிட்டாரு. மிஸ்கின் சாருடைய கேரக்டரும் நிறைய சர்ப்ரைஸா இருக்கும். பாரு, கறந்து போயிடுச்சு. ജയറാമേട്ടൻ നോർമലി പറഞ്ഞ പോലെ കഴിഞ്ഞ ലാസ്റ്റ് മലയാളത്തിൽ ആശകളായിരം അതിലെ ഒരു സീനുണ്ട്. അപ്പൊ ജയറാമേട്ടൻ വാട്ട് ഇസ് ആൻ ആക്ടർ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മൊമെന്റ്, ഒരു സ്ക്രീനിൽ ഒരു പ്രേക്ഷകന് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ജയറാമേട്ടൻ ആ ഒരു സീൻ, ഇന്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു സീനുണ്ടല്ലോ, ശരിക്കും ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകനെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും പറ്റുന്ന ഒരു കലാകാരനകത്ത് ആവുക എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും മൾട്ടി ലാംഗ്വേജിൽ ഒരേപോലെ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. എന്താണ് അതിന്റെ സ്പിരിറ്റ് ആൻഡ് ഫയർ എന്നാണ് ജയറാമേട്ടൻ? ഞാൻ ഇതിനൊരു എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല. ഞാൻ എന്താ പറയാ, ഒന്നുമില്ല. ഞാനൊരു ബേസിക് ആയിട്ട് ഒരു എന്താ പറയാ, ഇപ്പൊ പലതും പറയില്ല, മെത്തേഡ് ആക്ടർ, അത് ഇത്. ഞാൻ ഇന്നേ വരെ ഒരു ക്യാരക്ടർ പ്രിപ്പയർ ചെയ്യോ, അല്ലെങ്കിൽ അത് ഏത് ഭാഷയാണെങ്കിലും, തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും കന്നഡമാണെങ്കിലും നമ്മുടെ ഭാഷയാണെങ്കിലും ഒന്നും അത് പ്രിപ്പയർ ചെയ്യോ, അങ്ങനെ ഒന്നും എനിക്കത് പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു ബേസിക് ആയിട്ട് ഒരു ജന്മനാ ഒരു ഭയങ്കര ആക്ടറായിട്ടൊന്നും അല്ല. സാഹചര്യങ്ങൾ കൊണ്ട് സ്റ്റേജ് പെർഫോമൻസ് നിന്ന് അങ്ങനെ സിനിമയിലേക്ക് വന്ന കാലഘട്ടത്തെ എനിക്ക് കിട്ടിയ ഡയറക്ടേഴ്സ് എല്ലാവരും, പപ്പരാജൻ സാർ തൊട്ട് സിബി മലയിൽ സാർ തൊട്ട് IV ശശി തൊട്ട് രാജസേനൻ തൊട്ട് മറ്റ് എല്ലാം, സത്യനന്ദിക്കാട്, കമൽ, അങ്ങനെ എല്ലാം നല്ല 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 ഡയറക്ടേഴ്സിന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് അവർ നന്നാക്കി അതിനെ മോൾഡ് ചെയ്തെടുത്തു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് അപ്പോൾ കുറച്ചായിട്ട് അവിടുന്ന് എനിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി.
ഇപ്പോഴും അതങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പോൾ വന്നിട്ട് അത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമോ ഡയറക്ടറോട് ചോദിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവാറുണ്ട്. അതിലൊരു ദൈവാധീനവും എല്ലാം അങ്ങനെ പോകും. അത് തന്നെ, വേറെ ഒന്നുമില്ല. All right. Thank you so much.